بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. വളരെ പ്രിയമുള്ള ഗുരുനാഥൻ CP ഉമർ സുല്ലമി അവറുകളെ, പ്രിയപ്പെട്ട അധ്യക്ഷൻ, വളരെ പ്രിയങ്കരനായ VP മുഹമ്മദ് അലി സാഹിബ്, ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, എൻ്റെ കുടുംബങ്ങളെ, നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു സാലിഹായ അമലായി ദയാലുവായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ശരീരം ഈ പ്രോഗ്രാമിലായിരിക്കുമ്പോഴും നീറുന്ന മനസ്സോടുകൂടിയാണ്, ആശങ്ക നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് മഹാഭൂരിപക്ഷം ആളുകളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് തീർച്ചയായും അറിയാം. സ്വാഭാവികമായും ഇപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിന് ശാന്തമാകുന്ന, അസ്വസ്ഥതകളിൽ നിന്ന് മനസ്സിനെ സ്വസ്ഥമാക്കുന്ന ചില കാര്യങ്ങളാണ്. അതിനുള്ള ഒരേ ഒരു മാർഗം വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികമായ വചനങ്ങളാണ്. കപ്പലോട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിത്താന് കാറ്റും മഴയും വരുമ്പോൾ ആ കാറ്റിനെയും മഴയെയും നിയന്ത്രിക്കാനോ തടഞ്ഞു നിർത്താനോ കഴിയില്ല. എന്നാൽ ആ കാറ്റിനും മഴക്കുമനുസരിച്ച് അയാളുടെ കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിയും. അയാൾ അത് ചെയ്താൽ മതി. ജീവിതത്തിൽ നമ്മൾക്ക് ഉള്ളതും ഇല്ലാത്തതുമായ പലതും സംഭവിക്കും. അതിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ ഒരു പക്ഷേ നമ്മളെ കൊണ്ട് കഴിയണമെന്നില്ല. പക്ഷേ എന്ത് സംഭവിച്ചാലും, ഏതു രീതിയിലുള്ളത് ജീവിതത്തിൽ സംഭവിച്ചാലും, അതിനനുസരിച്ച് ജീവിതമാകുന്ന കപ്പലിനെ തകരാതെയും തളരാതെയും നിലനിർത്താൻ നമുക്ക് കഴിയണം. അതിനുള്ള ഒരേ ഒരു മാർഗം വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത് അചഞ്ചലമായ, അസാധാരണമായ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വേരൂന്നിയ ദൈവബോധമാണ്. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. യാദൃച്ഛികമായി സംഭവിച്ചു എന്ന് നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. നമുക്കാണ് അത് യാദൃച്ഛികം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് യാദൃച്ഛികമല്ല. അള്ളാഹുവിൻ്റെ ഇച്ഛയോടുകൂടിയല്ലാതെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. അതേസമയം ഒരു സത്യവിശ്വാസിയുടെ കാര്യത്തിൽ, ഒരു ഭക്തൻ്റെ കാര്യത്തിൽ നല്ലതല്ലാതെ ഒന്നും അള്ളാഹു സംഭവിപ്പിക്കുകയില്ല. ഒരുപക്ഷെ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ അത് നല്ലതാകണമെന്നില്ല, നമുക്ക് ആ നിമിഷത്തിൽ നല്ലതാകണമെന്നില്ല. പക്ഷെ നല്ലതല്ലാത്തതൊന്നും ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പരമാവധി ആത്മശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ജീവിതത്തിന് നന്മയല്ലാതെയൊന്നും അള്ളാഹു സംഭവിപ്പിക്കുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത്. എന്താണ് അങ്ങനെ ഒരു മനസ്സ് നമ്മുടെയൊക്കെ ഉള്ളിൽ പാകപ്പെടുന്നതിനുള്ള മാർഗം എന്താണ്? ഒന്നാമതായി നമ്മുടെ ഈമാനിനെ നമ്മൾ പുനഃപരിശോധിക്കുക എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈമാൻ? നമ്മൾ വിശ്വാസം എന്ന് പറയും. അത് വിശ്വാസമാണോ? നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറയുന്നു, അതല്ലാതെ മറ്റു വാക്കുകളില്ലാത്തത് കൊണ്ട് നമ്മളും അത് ഉപയോഗിക്കുന്നു. പക്ഷേ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഇവിടെ ഒരാൾ നിന്ന് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ? ഉറപ്പല്ലേ? നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ?
ഉറപ്പല്ലേ അത്? നമ്മൾക്ക് ശ്വാസമുണ്ട് എന്നുള്ളത് വിശ്വാസമല്ലേ? വിശ്വാസമാണോ? അല്ല, ഉറപ്പാണ്. നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ വിശ്വാസമാണോ? ഉറപ്പാണോ? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരു അല്ലാഹു ഉണ്ട് എന്നുള്ളത് വിശ്വാസമാണോ? ഉറപ്പാണോ? അത് ഉറപ്പാണ്, വിശ്വാസമല്ല. നെഞ്ചിൽ കല്ല് കയറ്റി വെച്ച് മരുഭൂമിയിലൂടെ ആഞ്ഞു വലിക്കപ്പെട്ടപ്പോഴും ഉയർത്താവുന്നത്ര ഉച്ചത്തിൽ അല്ലാഹു അഹദ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ പാവം ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വിശ്വാസമാണോ? ഉറപ്പാണോ? ഉറപ്പായിരുന്നു. മർമ്മസ്ഥാനങ്ങളിൽ മുഴുവനും കുന്തമുനകൾ കൊണ്ട് കുത്തി നോവിച്ചപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ പാവം സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഉള്ളിലുണ്ടായിരുന്നത് വിശ്വാസമാണോ? ഉറപ്പാണോ? ഉറപ്പായിരുന്നു, ഒരു സംശയവുമില്ല. ശരീരഭാഗങ്ങളിലെല്ലാം ആണി തറക്കപ്പെട്ട് കുരിശിൽ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോഴും പരിഹസിച്ച് ചിരിക്കുന്ന ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് ലസ്തു ഉബാലി ഹൈന ഉഖ്തല മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഇ എന്ന് പാട്ടുപാടിയ പാവം ഖുബൈബ് ബിൻ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വിശ്വാസമാണോ? ഉറപ്പാണോ? ആ ഉറപ്പ് തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്ന് എൻ്റെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന അസാധാരണമായ ഒരു മനഃശാന്തിയുണ്ട്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഊർജപ്രസാരണമുണ്ട് ഉള്ളിൽ നിന്ന്. നമ്മൾ അനുഭവിക്കുന്നത് ആ ഒരു ശക്തി സ്രോതസ് നമ്മൾ അനുഭവിക്കും. അല്ലാഹു റഹ്മാനാണ് എന്ന് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ അനുഭവിക്കും. അള്ളാഹ് പറയുന്നതാണ്. ഇത് പറയാനും പ്രസംഗിക്കാനുമുള്ള ഒന്നല്ല. ഈമാൻ നമ്മൾ അനുഭവിക്കാനുള്ളതാണ്. ജീവിതത്തിൽ നന്മയാകട്ടെ തിന്മയാകട്ടെ വരാനിരിക്കുന്ന ഏത് കാര്യങ്ങളെയും ഒരു മുഅ്മിനിന്റെ നെഞ്ചുറപ്പോടുകൂടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈമാൻ തന്നെയാണ് പുനഃപരിശോധിക്കേണ്ടത്. ഈമാൻ. ആരായിരുന്നു ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്ത് സുഖമാണ് ആ ജീവിതത്തിൽ കിട്ടിയത്? ഒരു സുഖവും കിട്ടിയിട്ടില്ല. ഒരു മനുഷ്യൻ്റെ സുഖങ്ങൾ, ജീവിതത്തിലെ സന്തോഷങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? നമ്മൾക്കൊക്കെ ഇല്ലേ കുറേ സന്തോഷങ്ങൾ? കുട്ടിക്കാലം മുതൽ നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ അനുഭവമാണ്. പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബ് ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറയുണ്ടായി, നമ്മുടെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന്. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നൊരു രംഗമുണ്ട്. മനാഫ് മാഷ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതൊരു സൗഭാഗ്യമല്ലേ? ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ? ജീവിതത്തിൽ ഉമ്മയുടെ മുഖമൊന്ന് കാണാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ? ഉമ്മയുടെ സ്നേഹവും താരാട്ടും തലോടലും ലഭിക്കാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ? അവർക്കറിയാം അതിൻ്റെ വിഷമം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഉമ്മ എന്നുള്ള ഒരു സാന്ത്വനം അള്ളാഹിൻ്റെ റസൂലിന് കിട്ടിയിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടിയത് മനസ്സിലായി തുടങ്ങിയപ്പോഴേക്കും അത് നഷ്ടപ്പെട്ടു. പിന്നെ വാപ്പ, ഉപ്പയുടെ സ്നേഹവും ഉപ്പയുടെ തലോടലും ഉപ്പയുടെ നിർദ്ദേശങ്ങളും ഉപ്പയുടെ ശകാരവും ഉപ്പയുടെ വഴികാട്ടലും നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും കെട്ടുപോകാത്ത വെളിച്ചമായി നമ്മുടെ കാൽവഴികളുടെ മുന്നിലുണ്ട്. ഉപ്പ പറഞ്ഞു തന്ന വാക്കുകൾ അതായിരുന്നു ശരിയെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. ഉപ്പയും ഉമ്മയും ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി, നമ്മുടെ കൂടെ അവരില്ലെങ്കിലും അവരവിടെ ഉണ്ടായാൽ മതി. നമുക്കതൊരാശ്വാസമാണ്. അവരവിടെ ഉണ്ടായാൽ മതി. വല്ലപ്പോഴും അവരെ ഒന്ന് വിളിക്കുന്നവരാകരുത് നമ്മൾ. കാരണം അവർ നഷ്ടപ്പെടുമ്പോഴേ അതറിയുള്ളൂ ആ സാന്ത്വനത്തിൻ്റെ വില എത്രയായിരുന്നു എന്ന്, ആ സാന്നിധ്യത്തിൻ്റെ അനുഭവം എത്രമേൽ
മനോഹരമായിരുന്നു എന്ന്. അവർ ജീവിച്ചിരിക്കുന്ന കാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന് അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു വാപ്പയുടെ സാന്ത്വനം അള്ളാഹുവിൻ്റെ റസൂൽ അനുഭവിച്ചിട്ടില്ല. ഒരു ജ്യേഷ്ഠൻ, ഒരു അനുജൻ, എത്ര വലിയ സാന്ത്വനമാണത്. ഒരു കാര്യത്തിലൊരു അഭിപ്രായം ചോദിക്കാൻ, നമ്മുടെ ഒരു കാര്യം ഒന്ന് ഏൽപ്പിക്കാൻ, നമുക്കൊരു നിർദ്ദേശം ലഭിക്കാനെന്ന് കൂടിയാലോചന നടത്താൻ അവർ കൂടെ ഉണ്ടായാൽ മതി. അങ്ങനെ ഒരു അനുഭവം അള്ളാഹുവിൻ്റെ റസൂലിന് കിട്ടിയിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയിട്ടില്ല. ഒരു പെങ്ങള് എത്ര വലിയൊരു സാന്ത്വനമാണ്. അവരുടെ കൊഞ്ചലും അവരുടെ കൗതുകവും അവരുടെ സ്നേഹവും വാത്സല്യവും പിണക്കവും ഇണക്കവും എത്ര വലിയൊരു സാന്ത്വനമാണ് അള്ളാഹുവിൻ്റെ റസൂലിന് കിട്ടിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൺകുഞ്ഞ് എത്ര വലിയൊരു പ്രതീക്ഷയാണ് കിട്ടിയിട്ടില്ല. ആലോചിക്കണം. സന്തോഷങ്ങൾ എന്ന് പറയുന്നതൊന്നും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ അള്ളാഹു അധികം കൊടുത്തിട്ടില്ല. എന്നിട്ടും ആകാശത്തിൻ്റെ ചുവട്ടിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിച്ച ആളായിരുന്നു നമ്മുടെ ഹബീബ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ കഴിഞ്ഞു? ആകാശത്തിൻ്റെ ചുവട്ടിൽ ഏറ്റവും നല്ല ശാന്തമായ മനസ്സോടുകൂടി കിടന്നുറങ്ങിയ വ്യക്തിത്വമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ കഴിഞ്ഞു? അതിൻ്റെ കാരണമാണ് ആ ഈമാൻ. ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചു കഴിഞ്ഞതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ സർവ്വതിനെയും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാൻ അയാൾക്ക് കഴിയും. വിഷമങ്ങളോട് പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യാൻ അയാൾക്ക് കഴിയും. സങ്കടങ്ങളെ ഹൃദയത്തിൻ്റെ ശാന്തത കൊണ്ട് നേരിടാൻ അയാൾക്ക് കഴിയും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു നമ്മുടെ ഹബീബിൻ്റെ ജീവിതം. മഖാമു ഇബ്രാഹിമിൻ്റെ അരികിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിലെല്ലാം ഉണ്ട്. റസൂൽ തിരുമേനിയുടെ ജീവിത വീക്ഷണം ആ പ്രാർത്ഥനയിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ, ഗൾഫ് ജീവിതത്തിലെ വളരെ നിർണായകമായൊരു ഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ഈ പ്രാർത്ഥന പിന്നെ കൊടുത്താൽ പോരെ? പിന്നെ കൊടുത്താൽ മതിയത്. ഇങ്ങനെയൊരു പ്രാർത്ഥനയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥന ഒന്നുകിൽ മനഃപ്പാഠമാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെങ്കിലും നിങ്ങളത് റെക്കോർഡ് ചെയ്യണം. കാരണം ആ പ്രാർത്ഥന കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സാന്ത്വനമുണ്ട്. അത് അനുഭവിക്കുന്ന ആളുകൾ പറയുന്നതാ. ജീവിതത്തിലൊരു വിഷമസന്ധിയിൽ ആ പ്രാർത്ഥന ഒന്ന് നാവ് ഉച്ചരിക്കുമ്പോൾ, ആ പ്രാർത്ഥനയൊന്ന് ഓർത്തെടുക്കുമ്പോൾ മനസ്സനുഭവിക്കുന്ന ഒരു പ്രശാന്തതയുണ്ട്. കാരണം ആ പ്രാർത്ഥനയുടെ ആശയങ്ങൾ അങ്ങനെയാണ്. ആ പ്രാർത്ഥന കേട്ടോളൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി വയഖീനൻ സ്വാദിഖൻ ഹത്താ അഅലമ അന്നഹു ലൻ യുസീബനി ഇല്ലാ മാ കതബത ലി വരിദൻ ബിമാ ഖസ്സമത ലി വരിദൻ ബിമാ ഖസ്സമത ലി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് യാചിക്കുന്നു, ഈമാനൻ, എനിക്ക് ഈമാൻ തരയണമേ എന്ന്. എങ്ങനെയുള്ള ഈമാൻ? ആ ഈമാനിന് 3 ഗുണങ്ങൾ പറയുകയാണ് റസൂലുള്ളാഹ്. 3 ഗുണങ്ങൾ. ഈ 3 ഗുണങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് യഥാർത്ഥത്തിലുള്ള ഈമാൻ ആകുന്നുള്ളൂ. ഒന്നാമത്തെ വിശേഷണം യുബാശിറു ഖൽബി, യുബാശിറു ഖൽബി, എൻ്റെ ഖൽബിൻ്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയ ഈമാൻ. എൻ്റെ ഖൽബിൻ്റെ ഉള്ളറകളിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന വേരുകളോടുകൂടിയ ഈമാൻ. ഒരു കാറ്റ് വരുമ്പോഴേക്കൊരു മരം പുഴങ്ങി വീഴാതിരിക്കാനുള്ള കാരണം എന്താ? ഒരുപാട് ഇലകൾ ഉണ്ടായതുകൊണ്ടല്ല, ഒരുപാട് ചില്ലകൾ ഉണ്ടായതുകൊണ്ടല്ലല്ലോ, ഒരുപാട് വേരുകൾ ഉണ്ടായതുകൊണ്ടാ. എങ്കിൽ അങ്ങനെയുള്ള വേരുകൾ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങിയ വേരുകളോടുകൂടിയ ഈമാൻ തരയണമേന്ന്. രണ്ടാമത്തെ വിശേഷണം വയഖീനൻ, അത് ദൃഢമാകണം. നിന്റെ പരീക്ഷണങ്ങളിൽ പതറാത്തതാകണം ആ ഈമാൻ. നീ എനിക്ക് തരുന്ന വിഷമങ്ങളിലും പതറാത്തതായിരിക്കണം ആ ഈമാൻ. നീ എനിക്ക് തരുന്ന സന്തോഷങ്ങളിലും പതറാത്തതായിരിക്കണം ആ ഈമാൻ.
അതാണ് യഖീൻ. മൂന്നാമത്തേത് സ്വാദിഖൻ ആണ്. സത്യസന്ധമാണോ? ഒറ്റക്കാകുമ്പോഴത് വേണം, കൂട്ടത്തിലാകുമ്പോഴത് വേണം. എൻ്റെ സ്വകാര്യതകളെപ്പോലെ ശുദ്ധീകരിക്കുന്ന തരത്തിലുള്ളതാകണം ആ ഈമാൻ. ലോകത്തൊരു മനുഷ്യനും അത് കാണുന്നില്ലെങ്കിലും, ലോകത്തിലൊരു മനുഷ്യനും തിരുത്താനോ അംഗീകരിക്കാനോ അഭിനന്ദിക്കാനോ ഇല്ലാതിരിക്കുമ്പോഴും എൻ്റെ ഈമാൻ എന്നെ സ്വാധീനിക്കണം. അതാണ് സ്വാദിഖ്. എപ്പോഴും ഒരു ചോയ്സിൻ്റെ മുമ്പിലാണ് നമ്മുടെ ജീവിതം. എപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മുടെ കമ്പ്യൂട്ടറുണ്ട്, അതിൻ്റെ മുന്നിൽ കീബോർഡുണ്ട്, നമ്മുടെ കയ്യിൽ മൗസുണ്ട്, ആ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് കണക്ഷനുണ്ട്. ആ മൗസ് ഉപയോഗിച്ച് ആ കീബോർഡ് ബട്ടൺ അമർത്തിയിട്ട് ആ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചിട്ട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത പലതിലേക്കും വേണമെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് പാപം ചെയ്യാം. എന്നാൽ അതേ മൗസ് ഉപയോഗിച്ച്, അതേ കീബോർഡ് ഉപയോഗിച്ച്, അതേ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിയും ഇഷ്ടവും നമ്മുടെ മേൽ കോരിച്ചൊരിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാം. ഇതൊരു ചോയ്സാണ്. ഈ ചോയ്സ് ഇല്ലാത്ത ഒരു രംഗവും നമ്മുടെ ജീവിതത്തിലില്ല. അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാനോ അള്ളാഹുവിൻ്റെ അപ്രീതി സമ്പാദിക്കാനും പറ്റുന്ന തരത്തിലുള്ള ചോയ്സുകളുടെ നടുവിലാണ് നമ്മുടെ ജീവിതം. അവിടെ ഈമാൻ സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ ആ ഈമാൻ സത്യസന്ധമാകണം. ഇനി റസൂൽ എന്ന് പറയുന്നത് ഈ ഈമാൻ കൊണ്ട് ഉണ്ടാകേണ്ട 2 ഗുണങ്ങളാണ്. അതാണ് ഇന്ന് നമുക്ക് ആവശ്യം. അതിനു വേണ്ടിയാണ് ആ പ്രാർത്ഥന നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത്. റസൂൽ എന്ന് പറയാ, ഹത്താ ഉലമ, ഇങ്ങനെയൊരു ഈമാൻ എനിക്ക് ആവശ്യമുള്ളതിൻ്റെ കാരണം ഹത്താ ഉലമ, എനിക്ക് മനസ്സിലാകണം. ലൻ യുസീബനി ഇല്ലാ മാ കതബത ലി, പടച്ചവനെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിന്റെ തീരുമാനമാണെന്ന് എനിക്ക് മനസ്സിലാവണം. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാൽ, ഇഷ്ടമുള്ളതാകട്ടെ ഇഷ്ടമില്ലാത്തതാകട്ടെ, എന്നെ സങ്കടപ്പെടുത്തുന്നതാകട്ടെ സന്തോഷിപ്പിക്കുന്നതാകട്ടെ, അള്ളാഹുവേ അത് നിന്റെ തീരുമാനമാണ് എന്ന് എനിക്ക് മനസ്സിലാവണം. വേറെ ആർക്കോ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ട് അറിയാതെ എനിക്ക് കിട്ടിയതല്ലത്, അത് എനിക്ക് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചതാ എന്നെനിക്ക് മനസ്സിലാവണമെന്ന്. വരിളൻ ബിമാ ഖസ്സംത ലി, പടച്ചവനെ നീ എനിക്ക് തരാൻ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്. അതെത്ര കുറച്ചാണെങ്കിലും, എത്ര പരിമിതമാണെങ്കിലും, എത്ര കുറവാണെങ്കിലും, അത് എൻ്റെ തൊട്ടടുത്തുള്ളവനേക്കാൾ കുറവായിരിക്കാം, എൻ്റെ കൂടെ ജീവിക്കുന്നവനേക്കാൾ കുറവായിരിക്കാം, എൻ്റെ അപ്പുറത്ത് താമസിക്കുന്നവനേക്കാൾ കുറവായിരിക്കാം, എൻ്റെ ജ്യേഷ്ഠനേക്കാൾ കുറവായിരിക്കാം. അള്ളാഹുവേ, എനിക്ക് നീ വിഭവമായി തന്ന ഒരു സംഗതിയുണ്ട്. അത് സമ്പത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ജീവിത വിഭവങ്ങളുടെ കാര്യത്തിലാകട്ടെ, പടച്ചവനെ അതിലെനിക്കൊരു സംതൃപ്തി ഉണ്ടാക്കി തരണേ. അതാണ് വരിളൻ ബിമാ ഖസ്സംത ലി, വരിളൻ ബിമാ ഖസ്സംത ലി. ജീവിതത്തെ ആകെ നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാൻ കഴിയും. അതാണ് ഈമാനിൻ്റെ ഏറ്റവും വലിയൊരു സമ്മാനം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തവക്കുല് ആണ് തൗഹീദിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. മനസ്സമാധാനമായിരിക്കും നമുക്ക്. അതല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ ഘടകം. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് തവക്കുല് കൊണ്ട് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നൊരു അന്തരീക്ഷം. ജീവിതത്തിൽ നേരിടുന്ന ഓരോ കാര്യത്തെയും പോസിറ്റീവായിട്ട് കാണാൻ കഴിയും നമുക്ക്. ഒരു കുതിര കിണറ്റിൽ വീണ കഥ പറയാറുണ്ട്. കുറച്ച് പ്രായമായൊരു കുതിരയാണ്, അത് കിണറ്റിൽ വീണുപോയി. അപ്പം അതിൻ്റെ ഉടമസ്ഥൻ ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം. ആ കുതിരയെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാക്കണം. അതിലേറെ നല്ലത് ആ പൈസ കൊണ്ട് വേറൊരു കുതിരയെ വാങ്ങുന്നതാണ്. ഇനി പുതിയൊരു കുതിരയെ വാങ്ങിയിട്ട് അതും ഈ കിണറ്റിൽ വീണുപോയാലോ? അതുകൊണ്ട് ഈ കിണർ മണ്ണിട്ട് മൂടാം. അതിൽ വീണുപോയ കുതിര ചാവുകയും ചെയ്യും, കിണർ മൂടുകയും ചെയ്യും. അങ്ങനെ മണ്ണിടാൻ തുടങ്ങാണ്. മണ്ണ് വന്നിങ്ങനെ വീഴുമ്പോൾ ഈ കുതിര കരയുന്നുണ്ട്, ആർത്ത് കരയുന്നുണ്ട്. വീണ്ടും മണ്ണിടുമ്പോൾ വീണ്ടും കരയുന്നുണ്ട്. ആ കരച്ചിൽ പതുക്കെ പതുക്കെ നേർത്തു വന്നു. പിന്നെ കരച്ചിൽ കേൾക്കുന്നില്ല. മണ്ണ് ഓരോ കൊട്ടയായിട്ട് ആ കിണറ്റിലേക്ക് ഇങ്ങനെ എറിയുന്നു. ഏകദേശം ആ കിണർ മണ്ണ് കൊണ്ട് മൂടാനായ സമയത്ത് ആ കുതിര കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. എന്താ സംഭവിച്ചത്?
ഓരോ കൊട്ട മണ്ണ് വന്ന് വീഴുമ്പോഴും കുതിര ചെയ്യുന്നത് ആ മണ്ണിൻ്റെ പുറത്ത് പോയിട്ട് നിൽക്കുകയാണ്, മണ്ണിൽ ചവിട്ടി നിൽക്കുകയാണ്. പിന്നെയും മണ്ണ് വന്ന് വീഴുമ്പോൾ പിന്നെയും ചവിട്ടി നിൽക്കുകയാണ്, പിന്നെയും മണ്ണ് വന്ന് വീഴുമ്പോൾ പിന്നെയും ചവിട്ടി നിൽക്കുക. ഇതാണ് പോസിറ്റീവായ ഒരു സമീപനം. വേണമെങ്കിൽ അതിൽ കിടന്നിട്ട് ചാകരുന്നു, മരിക്കരുന്നു, അതൊരു തീരുമാനമാണ്. ഇത് വേറൊരു തീരുമാനമാണ്. നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ കാഴ്ചകളെ ഏതു വിധത്തിലാണ് സമീപിക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി. സങ്കടങ്ങളാണ് ജീവിതത്തിലെ അനുഭവങ്ങൾ, സന്തോഷങ്ങളൊരു അനുഭവം എന്നല്ല. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകളോട് ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കുറച്ച് പ്രയാസമായിരിക്കും. ആലോചിച്ചിങ്ങനെ എത്തൂല അത്. കാരണം സന്തോഷങ്ങളൊക്കെ കുറച്ച് നേരത്തേക്കുള്ളതായിരുന്നു. എന്നാൽ ജീവിതത്തിന് അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയും നമുക്ക്. കാരണം എന്താ? ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളാണ് നമ്മളാക്കിയത്. സന്തോഷങ്ങളൊരു അനുഭവമൊന്നുമല്ല, സങ്കടമാണ് ഏറ്റവും വലിയ അനുഭവമെന്ന് സങ്കടപ്പെട്ടവർക്കൊക്കെ അറിയാം. അതാണ്, സങ്കടപ്പെടാത്തവർക്ക് അറിയില്ല. സങ്കടപ്പെടാത്തവർക്ക് ചെറിയ സങ്കടങ്ങളിൽ പോലും മനസ്സ് തകരും. എന്നാൽ സങ്കടപ്പെട്ട് വളർന്നവർക്ക് വിഷമങ്ങൾ അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളോട് മല്ലിട്ട് വളർന്നു വന്നവർക്ക് അതിലേറെ വലുതിനെയും നേരിടാൻ കഴിയും. അബൂ താലിബിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കുന്നിൻ്റെ ചെരുവിൽ അള്ളാഹുവിൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബികളും 2 വർഷമാണ് ജീവിച്ചത്. കേട്ടിട്ടില്ലേ? 2 വർഷമാണ് ജീവിച്ചത്. ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് അവരവിടെ അങ്ങോട്ട് പോയത്. ഒരു നേരത്തെ അന്നം പോലും അവർ കയ്യിൽ കരുതിയിട്ടില്ല. വിശപ്പ് കൊണ്ട്, ദാഹം കൊണ്ട്, ക്ഷീണം കൊണ്ട് ചുണ്ട് പറ്റി വരേണ്ടവർ, കവിളൊട്ടിയവർ, ശരീരം ശോഷിച്ചവർ. അവർ പറയുന്നുണ്ട്, കയ്യിലുള്ള ചാട്ടവാർ വെള്ളത്തിൽ മുക്കിയിട്ട് ഞങ്ങൾ കടിച്ചു നോക്കി, അതൊന്ന് തിന്നാൻ കഴിയുമോ എന്നറിയാൻ വിശപ്പ് കൊണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം അല്ലാഹു കൊടുത്തത്? തീയിൽ കുരുക്കുകയായിരുന്നു അവരിന് വെയിലത്ത് വാടൂല. അതിലേറെ വലിയ പ്രതിസന്ധികളുടെ പെരുമഴ വന്നു വീണപ്പോഴും അതിൽ തകരാത്ത കരുത്തുള്ളവരാക്കി അവരെ മാറ്റിയത് അബീ ത്വാലിബിന്റെ ആ കുന്നിൻ ചെരുവിൽ അവരനുഭവിച്ച ആദ്യകാല പീഡനങ്ങളായിരുന്നു. മനസ്സ് പാകപ്പെടുകയായിരുന്നു. അതിനാണ് അള്ളാഹ് കൊടുത്തത്. അള്ളാഹ് ഒന്നും വെറുതെ തരൂലല്ലോ, അള്ളാഹ്ക്ക് ഉദ്ദേശ്യങ്ങളുണ്ട്. ഒരു സത്യവിശ്വാസിയുടെ കാര്യത്തിൽ, ഒരു ഭക്തനായ ആളുടെ കാര്യത്തിൽ അള്ളാഹ് എന്താണോ വിധിക്കുന്നത് അത് നന്മയായിരിക്കും, നന്മ മാത്രമേ ആകൂ. അപ്പോൾ സങ്കടങ്ങളോട് നമ്മുടെ സമീപനങ്ങൾ അങ്ങനെ ആയിരിക്കണം. ഇന്നുള്ള സന്തോഷം ഒരുപക്ഷെ നാളെ ഉണ്ടാകണമെന്നില്ല. ഇന്നലെ ഉള്ള ദുഃഖം ഇന്നില്ലല്ലോ. ഇന്നുള്ള സന്തോഷം ഒരുപക്ഷെ നാളെ ഉണ്ടാകണമെന്നില്ല. എങ്ങനെയാണ് ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെങ്കിലും അതിനെ നെഞ്ചൂക്കോടുകൂടി നേരിടാൻ നമുക്ക് നമ്മുടെ ഈമാൻ തന്നെയാണ് കരുത്ത്. സങ്കടങ്ങൾ അനുഭവിച്ചവരെ വല്ലതൊക്കെ ആയിട്ടുള്ളൂ. നിങ്ങൾ കേട്ടില്ലേ? 1809 ജനിച്ച ഒരാളുണ്ട്. 1809 ജനിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് 6 or 7 വയസ്സായപ്പോഴേക്ക് അമ്മ മരിച്ചുപോയി. ഭക്ഷണത്തിൽ വിഷാംശം അടങ്ങിയിട്ട് അത് കഴിച്ചതോടുകൂടി അമ്മ മരിച്ചുപോയി. അമ്മയില്ലാത്ത ജീവിതം. പിന്നെ ഒരു ജ്യേഷ്ഠനും ഒരു അനുജത്തിയാണുള്ളത്. അവരും 3-4 വർഷങ്ങളുടെ ഇടയിൽ മരിച്ചുപോയി. അച്ഛനൊരു ധൂർത്തനായിരുന്നു. അതുകൊണ്ട് അവരുടെ ഒരു ഉടമസ്ഥതയിലുള്ള ഫാം തൊലഞ്ഞുപോയി, നഷ്ടക്കച്ചവടമായി പോയി. അത് അച്ഛൻ്റെ അലസ ജീവിതം കൊണ്ട് സാമ്പത്തികമായ വലിയ ഞെരുക്കങ്ങളുണ്ടായി. അതു കാരണം അവരാ ജന്മനാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. കെൻഡക്കി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ സ്ഥലത്തേക്ക് അവർ മാറി താമസിച്ചു. അങ്ങനെ അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചു. നാൻസി എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ സ്ത്രീയാണ് ആദ്യമായി ഈ കുട്ടിയുടെ ജീവിതത്തിൽ പുസ്തകങ്ങൾ കാണിച്ചു കൊടുത്തത്. 5 പുസ്തകങ്ങളായിട്ടാണ് ആ സ്ത്രീ ഈ വീട്ടിലേക്ക് വന്നു കയറിയത്. പുസ്തകങ്ങൾ വായിക്കുന്ന നല്ല ഗുണമുണ്ടായതുകൊണ്ട് ആ സ്ത്രീയുടെ ജീവിത വീക്ഷണത്തിലും വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു. രണ്ടാനമ്മമാരുടെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടാനമ്മ വേറൊരമ്മയായിരുന്നു. ഈ കുട്ടിയെ വായിക്കാൻ പ്രേരിപ്പിച്ചു, അക്ഷരം പഠിക്കാൻ പ്രേരിപ്പിച്ചു. സ്കൂളിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിന് പറഞ്ഞയച്ചു. അച്ഛൻ പണം കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ ഒരാടിനെ വാങ്ങി അതിൻ്റെ പാല് കറന്ന് അത് വിറ്റിട്ട് കിട്ടിയ കാശ് കൊണ്ട് ഈ കുട്ടിയെ പഠിപ്പിച്ചു.
പക്ഷേ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട്. അവൻ പഠനം 12-ാം വയസ്സിൽ അവസാനിപ്പിച്ചിട്ട് കച്ചവടത്തിന് ഇറങ്ങി. കച്ചവടം അത്യാവശ്യം നല്ല ഒരവസ്ഥയിലെത്തി, പിന്നെ അത് പൊളിഞ്ഞുപോയി. അവന് നല്ല സാമൂഹിക ബോധമുള്ള ഒരാളായിരുന്നു, പ്രസംഗിക്കാൻ വലിയ ആഗ്രഹമുള്ള ആളായിരുന്നു. ചെടികളുടെ മുന്നിൽ പോയിട്ട് അവൻ പ്രസംഗിക്കും, കസേരകൾ നിവർത്തിയിട്ടിട്ട് പ്രസംഗിക്കും, പ്രസംഗിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. സാമൂഹിക പ്രവർത്തകനായതുകൊണ്ട് അവനെ ആളുകളെല്ലാം കൂടി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. അവൻ ജയിച്ചു. പിന്നെയും കച്ചവടത്തിലേക്ക് ചെന്നു, പൊളിഞ്ഞു. വീണ്ടും കച്ചവടം നടത്തി, അതും പൊളിഞ്ഞുപോയി. അവന് വല്ലാത്ത അസുഖങ്ങൾ വന്നു. ക്ഷയരോഗം പോലെ ശരീരത്തെ വിറപ്പിക്കുന്ന തരത്തിലുള്ള അസുഖം അവന് പിടികൂടി. ആ അസുഖത്തിൽ നിന്ന് അവൻ കരകയറി. പിന്നെയും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. 1861 അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവൻ മത്സരിച്ചു. അവൻ വിജയിച്ചു. അമേരിക്കയുടെ ചരിത്രത്തിലെ ഇതിഹാസ വ്യക്തിത്വമായ എബ്രഹാം ലിങ്കന്റെ ചരിത്രമാണിത്. കെൻഡക്കിയിൽ താമസിക്കുന്ന കാലത്ത് അടിമച്ചന്ത കണ്ടിരുന്നു ആ കുട്ടി. അടിമകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ കണ്ട അവൻ അന്ന് തീരുമാനിച്ചു അടിമകളുടെ മോചനത്തിന് വേണ്ടി വല്ലതും ചെയ്യണമെന്ന്. അമേരിക്കൻ പ്രസിഡന്റായ ഉടനെ അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് അടിമത്തം നിരോധിക്കുകയായിരുന്നു. 1865 മാർച്ച് 20 ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നാടകത്തിലെ ഒരു നടൻ, ഇദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്തുള്ള ഒരു നടൻ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ആ ഇതിഹാസം അവിടെ അവസാനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എബ്രഹാം ലിങ്കന്റെ വാക്കുകൾ ഓരോന്നും ഓരോ ആപ്തവാക്യങ്ങളാണ്. ജീവിതാനുഭവങ്ങളുടെ കരുത്തുള്ള ഒരു വ്യക്തിയുടെ വാക്കുകളാണത്. ആ വാക്കിന് മൂർച്ച കൂടും, ആ വാക്കിന് ജീവിതാനുഭവങ്ങളുടെ തിളക്കമുണ്ടാവും. കോട്ടയം ജില്ലയിലെ ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ കഥയുണ്ട്. കുട്ടൻ എന്നാണ് ആ കുട്ടിയുടെ ഓമന പേര്. തീരെ പഠിക്കാത്തൊരു കുട്ടി, എന്നാൽ ബുദ്ധിമാനായൊരു കുട്ടി. പഠിക്കാത്തതിൻ്റെ കാരണം അവൻ്റെ കയ്യിൽ പുസ്തകങ്ങളില്ല. അവന് വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്. സുഹൃത്തിൻ്റെ പേര് ബാബു എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ബാബുവിനോട് ഒരു ദിവസം കുട്ടൻ ചോദിക്കുകയാണ്, ബാബു, നിന്റെ വീട് വലിയ വീടാണ് എന്ന് നീ പറയുന്നുണ്ടല്ലോ, നിന്റെ വീടൊന്ന് കാണാൻ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. ബാബു പറഞ്ഞു, വേണ്ട, എൻ്റെ അച്ഛനും അമ്മയ്ക്കും നിന്നെ കണ്ട ഇഷ്ടപ്പെടില്ല. ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് ഇവൻ കുട്ടൻ. അച്ഛനും അമ്മ ഇല്ലാത്തൊരു ദിവസം നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അച്ഛനും അമ്മ ഇല്ലാത്തൊരു ദിവസം കുട്ടനെയും കൊണ്ട് ബാബു വീട് കാണാൻ പോയി. ബാബുവിൻ്റെ വീട് കണ്ടപ്പോൾ കുട്ടനാകെ അതിശയിച്ചു പോയി. ഇങ്ങനെ ഒരു വീട് അവൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ആ വീടിൻ്റെ കാഴ്ചകളോ വീട്ടിലെ കൗതുകങ്ങളോ ആയിരുന്നില്ല ആ കുട്ടൻ്റെ മനസ്സിൽ ഉടക്കി നിന്നത്. മറിച്ച് ആ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു പട്ടിക്കൂട്ടിൽ ഉറങ്ങുന്ന പട്ടിക്കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഭക്ഷണമാണ് അവൻ്റെ മനസ്സിനെ അതിശയിപ്പിച്ചത്. അവൻ്റെ വീട്ടിൽ ഓണത്തിന് പോലും അങ്ങനെ ഒരു ഭക്ഷണം കണ്ടിട്ടില്ല. അത്ര നല്ല ഭക്ഷണമാണ് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞ് പോലും കഴിക്കുന്നത്. 2 കുട്ടികൾ സ്കൂളിലേക്ക് മടങ്ങിച്ചെന്നു. അന്ന് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടൊരു അധ്യാപിക വന്നിട്ടുണ്ട്. ആ അധ്യാപിക ഓരോ കുട്ടിയോടും ചോദിക്കുകയാണ്, മോനെ, നിനക്ക് ജീവിതത്തിൽ എന്താകണമെന്നാണ് ആഗ്രഹം? ഓരോ കുട്ടിയും ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, മാഷാവണം, ടീച്ചറാവണം. കുട്ടനോട് ചോദിച്ചപ്പോൾ കുട്ടൻ പറഞ്ഞു, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാവണം. എന്താണ് പറഞ്ഞത്? ടീച്ചർക്ക് വല്ലാത്തൊരു വിഷമം ഇത് കേട്ടപ്പോൾ. ടീച്ചർ ആ കാരണങ്ങളൊക്കെ അന്വേഷിച്ചു. ഇവന് പഠിക്കണമെന്ന് മോഹൻ്റെ പക്ഷേ അവന് കഴിയുന്നില്ല, പുസ്തകങ്ങളില്ലെന്ന് പറഞ്ഞു. ടീച്ചർ പുസ്തകം വാങ്ങിക്കൊടുത്തു. അവൻ പഠിക്കാൻ തുടങ്ങി. എല്ലാ സപ്പോർട്ടും ഈ ടീച്ചർ കൊടുക്കുന്നു. അവൻ 8ാം ക്ലാസ്സിൽ നിന്ന് അത്യാവശ്യം നല്ല മാർക്കോട് കൂടി ജയിച്ചു. 9ൽ നിന്ന് ജയിച്ചു, 10ൽ നിന്ന് റാങ്കോട് കൂടി ജയിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിലാണ് അവൻ ഉപരിപഠനത്തിന് ചേർന്നത്. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവന് ഉപരിപഠനത്തിന് ചേർന്നു. ഒരു ഗ്രാൻഡോട് കൂടി ലണ്ടനിൽ പഠിക്കാൻ പോയി. ലണ്ടനിലെ പഠനത്തിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവൻ തിരിച്ചു പോരുമ്പോൾ അവൻ്റെ വൈസ് ചാൻസലർ അവൻ്റെ കയ്യിലൊരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നെഹ്റുവിന് ഈ കത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അവൻ ഡൽഹിയിൽ വന്ന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നെഹ്റുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കത്ത് കൊടുത്തു. നെഹ്റു ഈ കത്ത് വായിച്ചിട്ട് ഇവനൊന്ന് നോക്കി. കാരണം ഈ കത്തിൽ പറയുന്നത് ഇവനെക്കുറിച്ചാണ്. ഈ കുട്ടി അപാരമായ പൊട്ടൻഷ്യലുള്ള സാധ്യതകളുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഇവനെ ഏതെങ്കിലും ഒരു കോളേജിലെ മാഷായിട്ട് നിങ്ങൾ വിടരുത്, രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് ആ കത്തിൽ പറയുന്നത്. നെഹ്റു അവനോട് പോകാൻ പറഞ്ഞ് അവൻ നാട്ടിലേക്ക് വന്നു. ഒരു കോളേജിൽ അധ്യാപകനായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവനൊരു കത്ത് വന്നു. ഡൽഹിയിലെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് കത്ത്. കത്ത് പൊളിച്ചു നോക്കുമ്പോൾ കാണുന്നത് ഡൽഹിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഡൽഹിയിലേക്ക് ചെന്നു. നെഹ്റു അവനോട് പറഞ്ഞു, നീ ബർമ്മയിലെ
അംബാസഡർ ആവണമെന്ന് പറഞ്ഞു. ബർമയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി അവനെത്തി. ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം അവൻ വഹിച്ചു. അവൻ പഠിച്ച് വളർന്ന ലണ്ടനിലും വലിയൊരു ഓഫീസിൻ്റെ അധികാരിയായി അവൻ മാറി. ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞു, ഇനി മതി, തിരിച്ചു വരണം. അങ്ങനെ അവൻ തിരിച്ചു വന്നു. പിന്നീട് കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ അവൻ മത്സരിച്ച് MP ആയി, മന്ത്രിയായി, സഹമന്ത്രിയായി, പിന്നെ മന്ത്രിയായി. ഒരുപാട് പടവുകൾ ചവിട്ടിക്കേറി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലിറങ്ങിയ പത്രങ്ങളിലെല്ലാം ഈ പഴയ കുട്ടൻ്റെ വലിയ ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയുടെ അടിയിലുണ്ട് KR നാരായണൻ, ഇന്ത്യയുടെ രാഷ്ട്രപതി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാകണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടിയുടെ ജീവിത വളർച്ചയുടെ പടവുകളാണിത്. സങ്കടങ്ങളാണ് നമ്മളാക്കുന്നത്. സന്തോഷങ്ങൾ നമുക്കൊന്നും പ്രദാനം ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു റഹ്മാനു റഹീമുമാണ്, അർഹമുർ റാഹിമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ഉറപ്പിക്കുന്നത്. അർഹമുർ റാഹിമാണ് അള്ളാഹു. അർഹമുർ റാഹിം എന്ന് പറഞ്ഞാൽ എന്താ? കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ്. അതാണ് അതിൻ്റെ അർത്ഥം. കാരുണ്യവാനാണ് എന്നല്ല, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാൻ. അങ്ങനെ ഒരു കാരുണ്യവാൻ നമ്മുടെ ജീവിതത്തിൽ തരുന്ന രോഗങ്ങൾ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. സങ്കടങ്ങൾ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. വേദനകൾ, പ്രതിസന്ധികൾ ഒക്കെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്നൊരാൾ തിരിച്ചറിയുമ്പോഴാണ് അയാൾക്ക് അല്ലാഹു റഹ്മാനാണ് എന്ന് കണ്ണിൻ്റെ മുന്നിൽ അയാൾ അനുഭവിക്കുക. രോഗങ്ങളുടെ കാര്യത്തിലാണ് ഏറ്റവും അധികം ഇന്ന് മനുഷ്യർ ഭീതി കാണിക്കുന്നത്. ഇവിടെ ഒരുപാട് പോസ്റ്ററുകൾ കണ്ടു. രോഗങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന മെറിറ്റുകളാണ്. അള്ളാഹു നമ്മുടെ ശരീരം സംവിധാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ശരീരത്തിൻ്റെ ഒരു രോഗത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പലപ്പോഴും ആ സംവിധാനത്തെ തന്നെ നമ്മൾ രോഗങ്ങളായി തെറ്റിദ്ധരിച്ചു. ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, അതിനെ തന്നെ രോഗമായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു. ഗർഭിണിയായൊരു സ്ത്രീ ഛർദ്ദിക്കും. ചിലർ പറയും വല്ലാത്ത ഛർദ്ദിയാണ്, ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും. നമ്മളതിന് രോഗമായിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ അതെന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു അന്യവസ്തു കയറിക്കൂടിയാൽ അതിനെ ശരീരം പുറന്തള്ളും. അത് ശരീരത്തിൻ്റെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു അന്യ വസ്തു കയറിക്കൂടിയിട്ടുണ്ട്. അതവരുടെ ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ബീജമാണ്. ആ ബീജത്തെ പുറന്തള്ളുക എന്നുള്ളത് അവരുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അത് പുറന്തള്ളാതിരുന്നാലേ ഈ സ്ത്രീ ഗർഭിണിയാകുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ദുർബലമാക്കണം. ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാവരുത്. അതിനെന്ത് വേണം? ഈ സ്ത്രീ ശാരീരികമായി ശോഷിക്കണം, ദുർബലയാകണം. അതിനെന്ത് വേണം? കൂടുതൽ ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം കഴിച്ചാലോ അത് പുറന്തള്ളും. സംഭവിക്കുന്നത് എന്താണ്? ആ ബീജം അവിടെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, അതൊരു റെസിസ്റ്റിംഗ് മെക്കാനിസമാണ് അള്ളാഹു ഇതിൻ്റെ ഉള്ളിലുണ്ടാക്കിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മൾ അതിനെ രോഗമായിട്ട് മാറ്റി ആശുപത്രിയിലേക്ക് ഓടുന്നു. ഏതൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഏറ്റവും അധികം ചിലവാകുന്ന മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ, ഗുളികകൾ ഏതാണെന്ന് ചോദിച്ചാൽ, ടാബ്ലറ്റിനെ പറ്റി ചോദിച്ചാൽ അവർ പറയും ആൻറ്റി ഹിസ്റ്റമിൻ, ആൻറ്റി അലർജിക്, ഇങ്ങനെയുള്ള മരുന്നുകളാണ് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്നത്. ജലദോഷത്തിന്, പനിക്ക്, കഫക്കെട്ടിന്, ഇതിനൊക്കെയാണ് ആ മരുന്ന്. ആ മരുന്ന് കുടിക്കുന്നതോടുകൂടി രോഗം മാറുകയല്ല, രോഗം മാറുക തന്നെയാണ്, ഇല്ലാതാവുകയല്ല, വേറൊരു രോഗമായി മാറുന്നു. അതാ സംഭവിക്കുന്നത്. ആധുനിക വൈദ്യം ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അപാകതയാണത്. നമ്മൾ പറയും രോഗം മാറുകയാണ്. രോഗം മാറുക എന്നുള്ളത് പോസിറ്റീവായൊരു സെൻസിലല്ല ഇന്ന് സംഭവിക്കുന്നത്. ഒരു രോഗം മറ്റൊരു രോഗമായിട്ട് മാറുന്നു. ചെറിയൊരു രോഗം ഗുരുതരമായ രോഗമായി മാറുന്നു. രോഗം മാറുന്നു. മനസ്സാണ് ചികിത്സിപ്പിക്കപ്പെടേണ്ടത്. ഖുർആൻ 13 സ്ഥലങ്ങളിലാണ് മറള് എന്നുപയോഗിച്ച് രോഗം. ആ 13 സ്ഥലങ്ങളിലും ഖുർആൻ ഉപയോഗിച്ചത് എന്താ? കയ്യിൻ്റെ രോഗമല്ല, കണ്ണിൻ്റെ രോഗമല്ല, ഖൽബിൻ്റെ രോഗമാണ്. കാലാകാലങ്ങളിലുമുള്ള മനുഷ്യരെ പിടികൂടുന്ന, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത, ടോണിക്ക് കൊണ്ട് മാറാത്ത, വൈദ്യം കൊണ്ട് മാറാത്തൊരു രോഗമുണ്ട് മനുഷ്യന്. അത് ഖൽബിൻ്റെ രോഗമാണ്. ഫീ ഖുലൂബിഹിം മറൾ. ഒരു സ്ഥലത്ത് പറഞ്ഞു ഫസാദഹുമുല്ലാഹു മറളാ. എന്താണ് ഖൽബിൻ്റെ രോഗം? മനസ്സിൻ്റെ അസുഖങ്ങളാണത്. രോഗങ്ങളായി നമുക്ക് ചില കാര്യങ്ങളെ തോന്നുന്നത് പോലും ഈ മനസ്സിൻ്റെ രോഗമാണ്. ഇന്ന്
സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്ന ഒരു വൈദ്യ വിഭാവനയുണ്ട്. സൈക്കോസൊമാറ്റിക് ഡിസീസസ്, മനോശാരീരിക രോഗങ്ങൾ. മനോശാരീരിക രോഗങ്ങൾ ശരീരത്തിനാണെന്ന് തോന്നും, യഥാർത്ഥത്തിൽ അത് മനസ്സിനാണ്. എവിടെ പോയിട്ടും മാറുന്നില്ല, ഒരു വൈദ്യന്മാർക്കും മനസ്സിലാവുന്നില്ല, എന്താണെന്നറിയില്ല എന്ന്. സൈക്കോസൊമാറ്റിക്കാണ്. വൈദ്യശാസ്ത്രത്തിലൊരു ഭാഗമുണ്ട്, പ്ലേസിബോ എഫക്റ്റ് എന്നാണ് എന്നെ പറയാം. എന്ന് പറഞ്ഞാൽ ഒരാളുടെ അസുഖം ഡോക്ടർക്ക് മനസ്സിലാകും അത് ശരീരത്തിൻ്റെതല്ല മനസ്സിനാണെന്ന്. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗുളി കൊടുക്കും, വല്ല പാരസെറ്റമോളാണ് കൊടുക്കുക. എന്നിട്ട് പറയും ലോകത്ത് നിങ്ങളുടെ ഈ അസുഖത്തിന് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും നല്ല മരുന്നാണെന്ന്. അയാളത് കുടിക്കും, അസുഖം മാറും. അതാണ് പ്ലേസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. കാരണം അയാളുടെ രോഗം ശരീരത്തിനല്ല മനസ്സിനാണ്. ഇനി ഖുർആനിൻ്റെ ആ വചനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫീ ഖുലൂബിഹിം മറദ്, ഫീ ഖുലൂബിഹിം മറദ്, ഹൃദയത്തിലാണ് അസുഖം എന്ന്. ഓ ഹെൻറി എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധനായൊരു നോവലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ദി ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥയിൽ ന്യൂമോണിയ ബാധിച്ച് കിടക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ, ഗുരുതരമായ അസുഖമാണ്, പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു മരത്തിൽ നിന്ന് കുറേ ഇലകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, 4-5 ഇലകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അവൾ ആലോചിക്കുകയാണ്, ആ അവസാനത്തെ ഇല കൂടി കൊഴിയുന്നതോടുകൂടി ഞാൻ മരിച്ചു പോകുന്നു. 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും ഇലകൾ കൊഴിഞ്ഞു, 5-ാമത്തെ ഇലയാണ് ഇനി നാളെ കൊഴിയാനുള്ളത്. അവൾ തീരുമാനിച്ചു, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നത് മരണത്തിലേക്കുള്ള ഉറക്കമായിരിക്കുമെന്ന്. പ്രതീക്ഷ നഷ്ടപ്പെടാൻ അവൾക്ക്. അങ്ങനെ അനുജത്തിയെ വിളിച്ചിട്ട് അവളെല്ലാം പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവളുടെ സ്വപ്നങ്ങളോ കാര്യങ്ങളോ ആഗ്രഹങ്ങളൊക്കെ അവളോട് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി അവൾ ഉറക്കത്തിലേക്ക് കിടക്കുകയാണ്. അവൾക്കറിയാം പിറ്റേന്ന് രാവിലെ അവൾ ഉണരൂലെന്ന്. പക്ഷെ പിറ്റേന്ന് രാവിലെ അവൾ ഉണർന്നു. ഉണർന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഇല കൊഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഉണങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, പച്ച ഇലയായി അവിടെ കിടക്കുന്നത്. അവൾക്ക് വല്ലാത്തൊരു പ്രതീക്ഷയായി. ആ ഇല ഉണങ്ങണം, പിന്നെ അടരണം, അത്രയും കാലം എനിക്ക് ജീവിക്കാമല്ലോ എന്ന്. അങ്ങനെ വല്ലാത്തൊരു പ്രതീക്ഷയായി. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ടും 3 ദിവസം കഴിഞ്ഞിട്ടും അത് ഉണങ്ങുന്നില്ല. കുറേ ദിവസം കഴിഞ്ഞിട്ട് ഉണങ്ങുന്നില്ല. പുതിയ ഇലകൾ വന്നു, വസന്തം വന്നു. ആ മരത്തിൽ നിറയെ ഇലകളായി, പൂക്കളായി, മനോഹരിയായ ഒരു മരമായി അത് മാറി. ആ കുട്ടി പിന്നെയും ഇങ്ങനെ ജീവിച്ചു എന്നാണ് ഹെൻറി കഥയിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആ കുട്ടിയുടെ അനുജത്തി കുട്ടി അവരുടെ വീടിനടുത്തുള്ള ഒരു ആർട്ടിസ്റ്റിനോട്, ചിത്രകാരനോട് ഇതെല്ലാം ചെന്ന് പറയാറുണ്ട്, ജ്യേഷ്ഠത്തിയെക്കുറിച്ച്. ആ ചിത്രകാരൻ ആ മരത്തിൽ കയറിയിട്ട് ഒരു ഇല അവിടെ വരച്ചിട്ടതാണ്. ആ വരച്ചിട്ട ഇലയെ യഥാർത്ഥ ഇലയായി ഈ കുട്ടി തെറ്റിദ്ധരിച്ചു. മാത്രമല്ല, ആ ഇല വരയ്ക്കാൻ വേണ്ടി കയറിയ രാത്രി മഞ്ഞുകൊണ്ട് ന്യൂമോണിയ ബാധിച്ച് ഈ ചിത്രകാരൻ മരിച്ചു പോവുകയും ചെയ്തു എന്നാണ്. പ്രതീക്ഷയാണ് ആ കുട്ടിക്ക് ജീവൻ പകർന്നത്. പ്രതീക്ഷയാണ് നമുക്കും ജീവൻ പകർന്നത്. ലവ് മെഡിസിൻ ആൻഡ് മിറാക്കിൾ എന്ന് പറഞ്ഞൊരു വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്. അതിൽ 2 തരത്തിലുള്ള ക്യാൻസർ രോഗികളെക്കുറിച്ച് ആ ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. ഒരു തരത്തിലുള്ള രോഗികൾക്ക് തീരെ രോഗം ഉണ്ടാവില്ല, ചെറിയ രോഗം ഉണ്ടാവുള്ളൂ, ക്യാൻസർ അധികം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അവർ വല്ലാതെ മാനസികമായി തളർന്നു പോകും. വലിയ ഗുരുതരമായ രോഗമാണ് എന്നവർ വിചാരിക്കുന്നു. ഒരു പ്രതീക്ഷയുമില്ലാതെ അവർ സംസാരിക്കും. അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് കടുത്ത രോഗികളായി മാറുന്നു. എന്നാൽ വേറൊരു വിഭാഗം രോഗികളുണ്ട്, അവർക്ക് നല്ല അസുഖം ഉണ്ടാവും, പക്ഷെ അവർക്ക് നല്ല പ്രതീക്ഷയായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ കാലം ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു. പ്രതീക്ഷയാണ് നമ്മൾ ജീവിപ്പിക്കുന്നത്. വരാനിരിക്കുന്നൊരു നല്ല കാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ. വന്നതെല്ലാം ആ നല്ല കാലത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു എന്ന പ്രതീക്ഷ. ഒന്ന് യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല എന്നുള്ളൊരു പ്രതീക്ഷ. നന്മ മാത്രമേ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു കരുതൂ എന്നൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയോടുകൂടി മുന്നേറുമ്പോൾ ഖുർആൻ നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ടുള്ള, അള്ള തരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഗിഫ്റ്റുണ്ട്. 12 സ്ഥലങ്ങൾ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമാണത്. ഇനി നമ്മൾ ആലോചിക്കണം, നമ്മൾ ആ പദവിയിലുണ്ടോ എന്ന്. എന്താ അള്ള പറയുന്നത്? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മളെ കുറിച്ച് പറഞ്ഞതാ, ഈമാൻ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതാ. അവർക്ക് 2 കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന്. ഒന്നാമതായി പറഞ്ഞു വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടി ഉണ്ടാവില്ല. അല്ലാഹ് എന്നുള്ളൊരു പേടി ഉണ്ടാകുന്നതോടുകൂടി പിന്നെ ഒരു പേടി ഉണ്ടാവില്ല.
അല്ലാ എന്നൊരു പേടി ഉള്ളിലേക്ക് കടക്കുന്നതോടുകൂടി പിന്നൊരു പേടി ഉണ്ടാവില്ല. അതാണത്. ആശങ്കകൾ ഉണ്ടാവില്ല. രണ്ടാമതായി പറഞ്ഞതാ വലാഹും യഹ്സനൂൻ, അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ല. അവർ കരയുന്നുണ്ടാകും, കണ്ണ് നിറയുന്നുണ്ടാകും, പക്ഷെ കൽബ് ഇടയൂല, കൽബ് പെടയൂല. അതാണ് വലാഹും യഹ്സനൂൻ. ദുഃഖങ്ങളോ പേടിയോ ഉണ്ടാവില്ല. പേടി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ദുഃഖം കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചോ അത് രണ്ടും ഉണ്ടാവില്ല. ശാന്തമായ മനസ്സായിരിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ശാന്തമായൊരു മനസ്സിൻ്റെ അവസ്ഥയാണ് ഈമാൻ കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം. അത് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ ജീവിത കാഴ്ചകൾ മുഴുവനും ഹൃദയശാന്തിയോടുകൂടി നമുക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയുള്ളവരിൽ ഉൾപ്പെടുക എന്നുള്ളത് ഒരു സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ പ്രാർത്ഥന. ഇവിടെ നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷേ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയും തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നഷ്ടപ്പെടാത്തതുമായൊരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണത്. അല്ലാഹ് എന്നുള്ളൊരു അനുഭവം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു ശാന്തിയാണത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അല്ലാഹ് എന്നുള്ളൊരു പേര് കേട്ടാൽ ഖൽബ് പെടയുന്ന ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം ആലോചിച്ച് നോക്കും നമ്മൾ. എന്താണ് ആ അനുഭവം? അല്ലാഹ് എന്ന് പറഞ്ഞു കേട്ടാൽ അവരുടെ ഖൽബ് പെടയുന്നു. എൻ്റെ ഒരു ജ്യേഷ്ഠൻ 27-ാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത്. ഇതിൽ പല ആളുകളുടെയും സുഹൃത്താണ്. അസ്ലം എന്നായിരുന്നു അവൻ്റെ പേര്. 2006 അവൻ മരിച്ചത്. അവൻ്റെ പേരാണ് എൻ്റെ കുഞ്ഞിനിട്ടിട്ടുള്ളത്, അസ്ലം. പക്ഷെ ആ പേര് ഞങ്ങളുടെ വീട്ടിൽ ആരും അവനെ വിളിക്കാറില്ല. കാരണം ആ പേര് ഉയർന്നു കേട്ടാൽ ഉമ്മ കരയും, ആ പേര് ഉയർന്നു കേട്ടാൽ ഉപ്പൻ്റെ കണ്ണ് നിറയും. അതുകൊണ്ട് ആരും അവനെ വിളിക്കില്ല. ഒരാളുടെ പേര് കേൾക്കുമ്പോഴേക്ക്, വർഷങ്ങളുടെ മുന്നിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരാളുടെ പേര് കേൾക്കുമ്പോഴേക്ക് മനസ്സിലൊരു പെടച്ചിലുണ്ടാകുന്ന അനുഭവം ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലുണ്ടാവും ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഒരു പേര് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ കണ്ണ് നിറയുകയും ഹൃദയം വിചാരങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യുന്നൊരവസ്ഥ, അത് അല്ലാഹ് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോഴാണ് എന്ന്. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. വല്ലാത്തൊരു ഭാഗ്യമാണത്. അതുള്ളവർ ഇവിടെ ഉണ്ടാവാം, അവരനുഭവിക്കുന്നൊരു ശാന്തതയുണ്ട്. അവരൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം അത്രയും അല്ലാഹ് ഉള്ളിൽ നിറയുമ്പോഴേ അത് സംഭവിക്കുകയുള്ളൂ. ഒരാൾ നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അല്ലാഹ് അത്രയും മനസ്സിലാണ് നിറയുമ്പോൾ അള്ളാഹിനെ കുറിച്ച് പറയപ്പെട്ടാൽ കണ്ണണ് നിറയും. കാരണം എന്താ? ആ നിറച്ചിലിൻ്റെ കാരണം, അങ്ങനെ നിറയാനുള്ള കാരണം എന്താണ്? ആ അള്ളാഹുവിൽ നിന്ന് ഞാൻ അകന്നു പോയല്ലോ എന്നുള്ള സങ്കടമാണത്. വേറൊന്നുമല്ല. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകലാണ്. പിന്നെയും ചെയ്യുമ്പോഴോ പിന്നെയും അകലും, പിന്നെയും ചെയ്യുമ്പോഴോ പിന്നെയും അകലും. നമ്മളങ്ങനെ അകലും. അള്ളാഹു അകലുന്നുണ്ടോ? അള്ളാഹ് അകലുന്നില്ല. നമ്മൾ തിരിച്ചു വരുന്നത് കാത്തിരിക്കണം. സ്നേഹസമ്പന്നനായ രക്ഷിതാവ്, കരുണാവാനായ നാഥൻ, ആ ഒരു അനുഭവം ആലോചിച്ച് നോക്കൂ. അതാണ് ഈമാൻ. ആ ഈമാനിൻ്റെ ഒരു മാധുര്യത്തിലേക്ക് നമുക്കെത്താൻ കഴിയണം. ഒന്നും ഒരു പ്രശ്നമില്ല. മുന്നൊരുക്കങ്ങളോടുകൂടി നമ്മൾ ജീവിക്കും. എല്ലാത്തിനും വേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന സന്ദർഭങ്ങളോട് ഏറ്റുമുട്ടാനുള്ള ഒരു പാകപ്പെടൽ നമ്മുടെ മനസ്സിന് കൈവരും. ഇതെല്ലാം ആവശ്യപ്പെടുന്നതാ ഈമാനിൻ്റെ ഒരവസ്ഥ. പരലോകം എന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. പരലോകം എന്നൊരു സംഗതി നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. സ്വർഗം എന്നൊരു സംഗതി നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങണ്ടേ? നരകത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം. നരകത്തെക്കുറിച്ച് പറയുന്നതിലേറെ ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പറയുന്നതിലേറെ നരകത്തെക്കുറിച്ചാണ് പറഞ്ഞുള്ളത്. കാരണം എന്താ? കാരണം എന്താണ്? സ്വർഗം നമുക്കൊക്കെ താങ്ങാൻ കഴിയും അല്ലേ? പക്ഷെ നരകം നമുക്ക് താങ്ങാൻ കഴിയൂല. നരകം നമുക്ക് താങ്ങാൻ കഴിയൂല എന്ന് നരകത്തെയും നമ്മളെയും പടച്ച അല്ലാഹ്ക്ക് അറിയാം. ആ നരകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞില്ലേ? ജീവിക്കാൻ കഴിയൂല എന്നുള്ളത് നമ്മുടെ പോരായ്മയാണ്. മരിപ്പിക്കൂല എന്നുള്ളത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. ജീവിതവും മരണവുമില്ല. എന്തായിരിക്കും അവസ്ഥ? രക്ഷപ്പെടണ്ടേ?
വരാനിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയല്ലേ അത്. ആ പ്രതിസന്ധിയുടെ മുന്നിൽ എല്ലാ പ്രതിസന്ധികളും നിസ്സാരമാണ്. അവിടേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൻ്റെ കാര്യത്തിൽ എത്ര ജാഗരൂകമാകുന്നുണ്ടോ നമ്മൾ, നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും. ഇത് അള്ളാന്റെ വാഗ്ദാനാണ്. അള്ളാഹിനെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് അള്ളാഹ് ഒരു പോംവഴി കാണിച്ചു കൊടുക്കുന്നു. മഖ്റജ്, എക്സിറ്റ്, അതാ ഒരു മഖ്റജ്. നമ്മൾ വിചാരിക്കാത്ത വിധത്തിലുള്ളൊരു വഴിയാണ് തുറന്നു കിട്ടും. ഈ സൂറത്തു ത്വലാഖിൽ 2-ാമത്തെ വചനത്തിൻ്റെ അവസാന വരി അതാണ് നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചത്. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. അത്താഉസ് ഇബ്രാഹിം അദ്ദഹബി എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായൊരു താബഈ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഹജ്ജിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾ ചോദിക്കുന്നുണ്ട്, ഉപ്പ നിങ്ങൾ പോയാൽ ഞങ്ങൾ പട്ടിണിയാവൂലേ? അപ്പോൾ ആ കുട്ടികളുടെ കൂട്ടത്തിൽ മൂത്ത ഒരു കുട്ടി പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു, എങ്ങനെ പട്ടിണിയാവുക? ഉപ്പാനെയും നമ്മളെയൊക്കെ പോറ്റുന്നത് വേറൊരാളല്ലേ, അവനൊരു വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഹജ്ജിന് പോയി, കുട്ടികൾ പട്ടിണിയായി. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ആകെ ബേജാറായി. പഠിച്ചോലെ, ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു, എൻ്റെ ഈ അനുജത്തികൾ പട്ടിണിയാകുമല്ലോ എന്ന് പേടിച്ചിട്ട് അള്ളാഹിനോട് കരയാണ്, അള്ളാഹു ഒരു വഴി കാണിച്ചു തരണേ. ഉപ്പ പോകുന്ന സമയത്ത് അനുജത്തിമാരെയും അനുജന്മാരെയും ഈ പെൺകുട്ടി ഓർമ്മിപ്പിച്ച വചനമാണ് ആ വചനം. വമൻ യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ. അള്ളാഹു ഒരു വഴി കാണിച്ചു തരും സൂക്ഷിക്കുന്നവർക്ക്. അള്ളാഹു ഒരു വഴി കാണിച്ചു തരുന്നു മാത്രമല്ല, ജീവിത വിഭവങ്ങൾ എത്തിച്ചേരുന്ന, റിസ്ക് തരുന്നു. അതാണ് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന് പറഞ്ഞാൽ. ഈ പെൺകുട്ടി കണ്ണീരണിഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഒരു യാത്രാ സംഘം വന്നു. അവർ ഈ കുട്ടികളോട് വെള്ളം ചോദിച്ചു. ആ കുട്ടികൾ വെള്ളം എടുത്തു കൊടുത്തു, നല്ല രുചികരമായ വെള്ളം. ഈ വെള്ളം കുടിച്ചിട്ട് ആ യാത്രാ സംഘം ചോദിച്ചു, ഇതാരുടെ വീടാണ്? ഉപ്പയുടെ പേര് പറഞ്ഞപ്പോൾ അവർക്കറിയാം, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ വീടാണോ ഈ ചെറിയ വീട്? എവിടെ പോയി ഉപ്പ ഹജ്ജിന് പോയതാണ്. ഈ കുട്ടികളുടെ എല്ലാം മുഖം വാടി നിൽക്കുന്നു. സങ്കടം മനസ്സിലാക്കിയ ആ യാത്രാ സംഘത്തിലെ ഒരാൾ അയാളുടെ കീശയിൽ നിന്ന് കുറച്ച് പണം എടുത്തിട്ട് ആ മക്കൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇങ്ങനെ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന്. അവിടെയുള്ളവരെല്ലാം അങ്ങനെ ചെയ്തു എന്ന്. ഒരു അസാധാരണത്വം ഇല്ലാത്തൊരു കഥയാണിത്. ഒരസാധാരണത്വമല്ല, സ്വാഭാവികമായൊരു കഥയാണ്. വഴികൾ തുറന്നു തരുമല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി കാണിച്ചു തരും. ഇതിലേറെ നല്ല വഴികൾ അല്ലാഹു തുറന്നു തരും. ഇതിലേറെ വലിയ തുറസായ വഴികൾ അല്ലാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരും. അപ്പം നമുക്ക് മനസ്സിലാവും അള്ളാന്റെ റഹ്മത്ത്. ഈ വചനത്തിൻ്റെ സാരം മനസ്സിലാവും. എന്ത് വേണം? കറക്കളഞ്ഞ ഈമാൻ, സ്വകാര്യവും പരസ്യവുമായ ജീവിത വഴികളെ മുഴുവനും ശുദ്ധീകരിക്കുന്ന ദൃഢമായ അതിശക്തമായ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ഈമാനിൻ്റെ കരുത്ത്, ദൈവബോധത്തിൻ്റെ ശക്തി, അല്ലാഹ് എന്നൊരു വിചാരം കൊണ്ട് അനുഭവിക്കുന്ന മനഃശാന്തി, അതനുഭവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഒരു സന്ദേശം ഇത്രയധികം ആളുകളിലേക്ക്, ഇതിലേറെ ജനസഹസ്രങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദാത്തമായൊരു പ്രവർത്തനമാണ് ഇസ്ലാഹി സെൻറ്റർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ചെറുതായിട്ട് കാണാൻ പറ്റാത്ത വലിയ പ്രവർത്തനം. ഇസ്ലാഹി സെൻ്ററുകൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അങ്ങനെയാണ്, ഒന്നും നിസ്സാരമല്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന, ഇവിടെ എത്തിയതിനു ശേഷം പ്രസ്ഥാനത്തെക്കുറിച്ചും ആദർശങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ഒരാളാണ്. അദ്ദേഹം പറയാ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതുപോലെ ഒരു യാഥാസ്ഥിതിക കുടുംബമാണ്. ഭാര്യയെ കൊണ്ടുവന്നു ജുബൈലിലേക്ക്. 2 മാസമാണ് ആ ഭാര്യ ഇവിടെ ജീവിച്ചത്. 4 ക്ലാസ്സുകളിലാണ് അവർ പങ്കെടുത്തത്, 4 ഖുർആൻ ക്ലാസ്സുകളിൽ. അപ്പോഴേക്ക് അവർക്ക് മഞ്ഞപ്പിത്തം പോലെ അസുഖം വന്ന് നാട്ടിലേക്ക് തിരിച്ചുപോയി. അത് പിന്നെ ക്യാൻസറാണ് എന്ന് തിരിച്ചറിഞ്ഞു, അവർ മരിച്ചുപോവുകയും ചെയ്തു. അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറയുന്നത് എന്തിനാണെന്നറിയാം? അദ്ദേഹം പറയാണ്, അസുഖം പിടിച്ച് കിടക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് കുറച്ച് കുടുംബത്തിലുള്ള ആളുകൾ വന്നിട്ടൊരു വെള്ളം കൊടുത്തു എന്ന്. തിരുകേശം മുക്കിയ വെള്ളം. ഇത് റസൂലിൻ്റെ മുടി മുക്കിയ വെള്ളമാണ് മോളെ, ഇത് കുടിക്ക്, എൻ്റെ അസുഖം ഭേദപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത്രേ, ഈ വെള്ളം കുടിച്ചിട്ട് എൻ്റെ അസുഖം മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
വളരെ യാഥാസ്ഥിതികമായൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് വെറും 4 ക്ലാസുകൾ കൊണ്ട് ആദർശത്തിന്റെ ഔന്നത്യം പ്രഖ്യാപിച്ച ഒരു പെൺകുട്ടിയുടെ ചരിത്രമാണിത്. ഒരു പ്രവർത്തനവും നിസ്സാരമല്ല. വെളിച്ചമാണിത്. വെളിച്ചമാണ് സത്യം. ഇരുട്ട് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. വെളിച്ചമില്ലാതാകുമ്പോൾ ഇരുട്ട് എന്ന് നമ്മൾ പറയാണ്. ഇരുട്ടില്ല, വെളിച്ചമേ ഉള്ളൂ. വെളിച്ചം വരുന്നതോടുകൂടി ഇരുട്ടില്ലാതാകുന്നു. ഈ വെളിച്ചമാണ് നമ്മൾ പ്രസരിപ്പിക്കുന്നത്. ഈ വചനങ്ങൾ കേൾക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും അറിയട്ടെ, നമ്മുടെ ഉത്തരവാദിത്തമാണിത്, ചുമലിലുള്ള ഉത്തരവാദിത്തം. അള്ളാഹുവിൻ്റെ ഈ വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്, നമ്മുടെ മക്കളെ പോറ്റുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അങ്ങനെയെങ്കിൽ അതുപോലെയുള്ള ഉത്തരവാദിത്തമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ദഅവത്ത്. ഈ ജിദ്ദയിൽ, ദമാമിൽ, ജുബൈലിൽ, റിയാദിൽ കുറച്ചു കാലം നമ്മൾ ജീവിക്കണം എന്നത് നമ്മുടെ തീരുമാനമല്ല, അള്ളാഹിൻ്റെ തീരുമാനമാണ്. എന്താണ് ആ തീരുമാനത്തിൻ്റെ കാരണം? നമ്മുടെ മഈശത്ത് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അള്ളാഹ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അള്ളാഹ്ക്ക് ചില മോഹങ്ങളുണ്ട്. നമ്മൾ ഒരു 10 കൊല്ലം 20 കൊല്ലം ഇവിടെ കഴിയണമെന്നുള്ള അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. അത് നമ്മുടെ റിസ്ക് തേടുക എന്നുള്ളത് മാത്രമാകുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലായില്ല എന്നാണ്. ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിലൊന്നാണ് ദഅവത്ത്. ഇവിടെ കിട്ടുന്നൊരവസരം ഉണ്ടല്ലോ, നാട്ടിലത് കിട്ടൂല. നമ്മുടെ നാടിനടുത്ത് ഗൾഫിൽ ഒരുപാട് കാലം ജീവിച്ചിട്ട് വലിയ രോഗബാധിതനായിട്ട് വന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയൊക്കെ ചെന്നപ്പോൾ അദ്ദേഹം കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞതാ. അദ്ദേഹം പറഞ്ഞു, കുറേ കാലം അവിടെ ജീവിച്ചു, ഇവിടെ ഉള്ളതിനേക്കാൾ അവസരങ്ങളുണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാൻ എൻ്റെ കുട്ടികൾ, എൻ്റെ കുടുംബം, എൻ്റെ വാഹനം, എൻ്റെ വീട്, എൻ്റെ മതിൽ, എൻ്റെ ജോലി, ഇതല്ലാതൊരു ചിന്ത എൻ്റെ മനസ്സിലില്ലായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി വേറെയും ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യേണ്ടിയിരുന്നു എന്ന്. പക്ഷെ അപ്പോഴേക്ക് എൻ്റെ സമയം കഴിഞ്ഞു പോയി. അള്ളാഹു അങ്ങനെ പറയുന്നവരിൽ ഉൾപ്പെടാത്തവരാക്കി നമുക്ക് ബർക്കത്തുള്ളൊരു ജീവിതവും ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മനസ്സും ബാധ്യതകളുടെ വിസ്തൃതിയെക്കുറിച്ചുള്ള ആലോചനയും കരുത്തുള്ള ഒരു ഹൃദയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്ന്, പാളിച്ചകളിൽ നിന്ന് ദയാലുവായ രക്ഷിതാവെ ഞങ്ങളെ നീ കരകയറ്റിയിടണമേ. ജീവിതത്തിൽ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, മഹാരോഗങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, കടുത്ത പ്രയാസങ്ങളിൽ നിന്ന്, അഭിമുഖീകരിക്കുന്ന തീക്ഷ്ണമായ വെല്ലുവിളികളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ നാഥ. അതൊന്നുമില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ പ്രദാനം ചെയ്യണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിക മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.